ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. ഇന്നലെ രാത്രി തന്നെ അപ്പത്തിന് മാവ് അരച്ച് വെച്ചതാട്ടത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പൊക്കെ ഇടണത് ഇപ്പോഴാണ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പത്തിന് കടലയാട്ടോ കറി വയ്ക്കണത്. അപ്പോൾ അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല വെറുതെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചേക്കാണ്. ഇനി അത് ഉള്ളിയും മുളകൊക്കെ കുത്തി കാച്ചി എടുക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പണിയും കഴിയും, നല്ല കറിയുമാണ്. അങ്ങനെ അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതേ കടല കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതാണ്, അതിട്ടിട്ട് മൂപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി അതിലേക്ക് ഉണക്കമുളകും ഇട്ട് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ കടല വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ വെള്ളം ഒന്ന് കുറുകി കിട്ടണവരെ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരട്ട് പോലെയാക്കി എടുക്കാറുണ്ട്. സമയമില്ലാത്തപ്പോൾ കുറച്ച് ചാറോടുകൂടി തന്നെ അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ കടലക്കറിയൊക്കെ അങ്ങനെ റെഡിയാക്കി. പിന്നെ ഈ സമയത്ത് തന്നെ അടുപ്പ് ഒഴിവാവണനുസരിച്ച് ഞാൻ ചോറിനുള്ള വെള്ളവും വെച്ച് അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതെടുത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. അങ്ങനെ രാവിലത്തെ തിരക്കുകളൊക്കെ ഒന്ന് ഒതുങ്ങി ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കലത്തേക്ക് മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കിളിമീനാണ്. പിന്നെ അത് ക്ലീനാക്കി കൊണ്ടുവരണം. ഇന്ന് എന്നിട്ട് പഴയ രീതിയിലൊരു മീൻ കറി വയ്ക്കാമെന്നാട്ടോ വിചാരിച്ചേക്കണത്. അപ്പോൾ പണ്ടത്തെ ആളുകളൊക്കെ മുളക് അരച്ചിട്ടാണ് കറി വയ്ക്കാറ്. പൊടിയൊന്നും വന്നില്ലല്ലോ വാങ്ങാനായിട്ട്. അപ്പോൾ മുളകായാലും മഞ്ഞളായാലും അരച്ചിട്ടാട്ടോ കറി വയ്ക്കാറ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് വറുത്തരച്ച മോഡലിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കും, അല്ലാതെ പച്ചയ്ക്കും അരച്ച് വയ്ക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കറി വയ്ക്കാൻ വേറെയും വറുക്കാൻ വേറെയായിട്ട് മാറ്റി ക്ലീനാക്കി മീൻ വെച്ചിട്ടുണ്ട്. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കൊടംപുളിയും കല്ലുപ്പും കൂടി വെള്ളത്തിലിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള മുളകാണ് എടുക്കുന്നത്. അപ്പോൾ എരിവിന് ഒരു 4-5 വറ്റൽമുളകും കളറിന് ഒരു 3 കാശ്മീരി മുളക് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് എടുക്കാം കേട്ടോ. അപ്പോൾ ആ മുളക് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ആ ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ വറുത്ത മോഡൽ. നമ്മൾ തേങ്ങ ഒന്നും ചേർക്കില്ല, മുളക് തന്നെ വറുത്ത് എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മല്ലിയും കൂടി വറുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയും മുളകും ഒരു 1/4 സ്പൂൺ ഉലുവയാണ് ചേർക്കണത്. അപ്പോൾ മുളക് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ വറുത്ത് അരച്ച പോലത്തെ ഒരു കറിയായിരിക്കും. ഇനി പച്ചയ്ക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുളക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. അപ്പോൾ അത് വറുക്കൊന്നും വേണ്ട. എരിവിന് ആവശ്യത്തിനുള്ള മുളക് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് അരച്ചെടുത്താൽ മതി കേട്ടോ, അമ്മിയിലോ മിക്സിയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് മല്ലി ഒന്ന് പകുതി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവയും മല്ലിയും കൂടി മൂത്ത് വരുമ്പോൾ ഇത് കോരി മാറ്റാം. അപ്പോൾ ഇത് 3 മാത്രം മതി, വേറെ ഒന്നും വേണ്ട. മല്ലി കൂടുതൽ എടുക്കണ്ട കേട്ടോ, കുറച്ച് മതി. മീൻ കറിക്ക് കുറച്ച് മതി. ഇതേപോലെ തന്നെ നമുക്ക് ഇറച്ചിക്കറിയും വയ്ക്കാം. ഇറച്ചിക്കറി വയ്ക്കുമ്പോൾ മല്ലി കൂടുതൽ എടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി വേറെ ചേർക്കാനുണ്ട്. അത് ഞാൻ പിന്നെ ഒരു ദിവസം അങ്ങനെ ഒരു കറി വെച്ച് കാണിച്ചു തരാം. എന്നിട്ട് ആ വറുത്തതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരപ്പ് ഇങ്ങനെ റെഡിയായി കിട്ടും കേട്ടോ. ഇത് ഒന്നിച്ച് നമ്മൾ വെള്ളമൊഴിച്ച് അരയ്ക്കരുത്. അങ്ങനെ അരച്ചാൽ അത് എന്തായാലും അരയൂല. കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒന്ന് അരയ്ക്കുക, വീണ്ടും കുറച്ച് വെള്ളമൊഴിച്ച് അരയ്ക്കുക. അങ്ങനെ ഇച്ചിരി സമയം എടുക്കണം. അല്ലെങ്കിൽ പിന്നെ അമ്മിക്കല്ലിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ആരും അമ്മിയിലൊന്നും അരയ്ക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഒന്നായിട്ട് പോയി വെള്ളമൊഴിച്ച് അരയ്ക്കാതെ കുറേശ്ശെ അരച്ചെടുത്താൽ മതി. അങ്ങനെ ആ അരപ്പ് കലക്കിയിട്ട് അതിലേക്ക് നമ്മൾ പുളിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കും. ഒന്നുമില്ല, ഈ മുളകും മല്ലിയും ഉലുവയും ഒന്ന് വറുത്ത് അരച്ചെടുത്തു, അത്രേ ഉള്ളൂ. അതിന് തിളച്ച് വരുമ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല വാസനയായിട്ട് നമ്മുടെ അടുക്കളയിൽ ഒരു നല്ല മണമായിരിക്കും. മുളകും മല്ലിയൊക്കെ വറുത്തതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട്. പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടികളായിട്ടൊന്നും മേടിക്കാനൊന്നും കിട്ടൂലല്ലോ. ഒന്നായിട്ട് മുളകോ മല്ലിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരതിങ്ങനെ അമ്മിക്കല്ലയിലൊക്കെ വെച്ച് അരച്ചും ഒക്കെയാണ് വറുത്തും പൊടിച്ചൊക്കെയാണ് കറി വെച്ചുകൊണ്ടിരുന്നത്. അന്ന് ആ കറികൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടായി.
ഇന്നിപ്പോൾ എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും, നമുക്ക് എളുപ്പമായി. അപ്പോൾ കറികളുടെയൊക്കെ രുചിയും കുറഞ്ഞു അങ്ങനെ കേട്ടോ. അപ്പോൾ പഴയ രീതിക്കൊന്ന് വെച്ച് നോക്കിയതാണ്. ഞാൻ ആവി അടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ മീൻ്റെ കഷ്ണങ്ങൾ അങ്ങോട്ട് ചാടിയിട്ട് അടുപ്പിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് അരപ്പ് ചാടിയിട്ട് അപ്പോൾ ഞാനത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. ഞാൻ ക്യാമറയിലേക്ക് നോക്കി ചെയ്യും, ചിലപ്പോൾ പകുതി നിലത്ത് കിടക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇറക്കണതിന് മുമ്പായിട്ട് കുറച്ചുകൂടി വേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ആദ്യം ആ വറുത്ത വെളിച്ചെണ്ണയുടെ അത് നന്നായിട്ട് നെയ്യ് പോലെ തെളിഞ്ഞ് കിടക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിയുടെ പണി കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വറ്റി കുറുകിയിരുന്ന മീൻകറി റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻകറി കേട്ടോ. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ചോറും റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായില്ലേ, അതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു, ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.